അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനകൾ തടയപ്പെടുന്ന അല്ലെങ്കിൽ അതിന് ഉത്തരം ലഭിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നാം ആലോചിക്കുക, ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണോ പലപ്പോഴും പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാത്തത് എന്ന്. അതേതൊക്കെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് എണ്ണി മനസ്സിലാക്കാം. അതിലൊന്നാമത്തത് ഇഖ്ലാസ് ഇല്ലാതിരിക്കുക, ആത്മാർത്ഥത ഇല്ലാതിരിക്കുക. സൂറത്തു ഗാഫിറിലെ 65 അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫദുഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, നിങ്ങൾ കീഴ്വണക്കം നിഷ്കളങ്കമാക്കി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, ശിർക്ക് ചെയ്യുന്നവരാവരുത്. അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. ഇങ്ങനെയുള്ള ആളുകൾ ഇഖ്ലാസ് ഇല്ലാത്തവരാണ്, അവരുടെ പ്രാർത്ഥനകൾ തടയപ്പെടുന്നതാണ്. അതുകൊണ്ടൊരിക്കലും ഷിർക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. വലിയ ഷിർക്കിനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചെറിയ ഷിർക്ക് അഥവാ റിയ ഉണ്ടാവരുത്, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുക. നമുക്കറിയാം, ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പലരും വെറുതെ കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്നത് പോലെ നടിക്കും. ചിലപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടാകും, ഫോട്ടോ എടുക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ വല്ല പ്രൊഫൈൽ പിക്ചർ വെക്കാൻ വേണ്ടിയോ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയോ ഒക്കെ വെറുതെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെ അഭിനയിക്കുക. അതേപോലെ തന്നെ യാതൊരു താല്പര്യവും ശ്രദ്ധയുമില്ലാതെ മറ്റുള്ളവരൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, കൈകൾ ഉയർത്തുന്നുണ്ട്, അതുകൊണ്ട് ഞാനും കൈകൾ ഉയർത്തി എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ഈ നിലക്ക് ഇഖ്ലാസ് ഇല്ലാത്ത ദുആകൾ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത്തരം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇഖ്ലാസോടുകൂടി വേണം നിങ്ങൾ ദുആ ചെയ്യാൻ. ഓരോ ആളുകളുടെയും നിയ്യത്തനുസരിച്ചാണ് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ ഇഖ്ലാസ് അനിവാര്യമാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യാതിരിക്കുക. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആഹ്വാനങ്ങൾ നാം സ്വീകരിക്കുന്നവരായിരിക്കണം. കാരണം ദുആ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നാം അള്ളാഹുവിനെ വിളിക്കുകയാണ്. അപ്പോൾ അള്ളാഹു ഉത്തരം നൽകണമെങ്കിൽ അള്ളാഹു നമ്മെ പല വിഷയങ്ങളിലും വിളിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അല്ലെങ്കിൽ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നുണ്ട്. ഇതിന് നമ്മൾ ഉത്തരം നൽകുന്നുണ്ടോ? നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ? സൂറത്തുൽ ബഖറയിലെ 186 അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം, ഞാൻ അവരുടെ സമീപത്തുണ്ട്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫൽയസ്തജീബൂലി, അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം നൽകട്ടെ. നോക്കൂ, അവർ എന്നെ വിളിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകാം, പക്ഷേ ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർ എനിക്ക് ഉത്തരം നൽകട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനകളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും ജീവിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നത്. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ ധിക്കരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം അള്ളാഹുവിനെ വിളിക്കുന്ന ആളുകളാണോ നമ്മൾ എന്നത് പരിശോധിക്കുക. മൂന്നാമത്തത്, ഹറാമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ജീവിതത്തിൽ നിഷിദ്ധങ്ങൾ ഉണ്ടാവരുത്. അത്തരം ആളുകളുടെ ദുആ സ്വീകരിക്കപ്പെടുകയില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അള്ളാഹു നല്ലവനാണ്, നല്ലതല്ലാത്തതൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. ശേഷം പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ ഓതിയിട്ട് വിശ്വാസികളോടും പ്രവാചകന്മാരോടും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താണ്? കുലൂ മിൻ ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് മാത്രമാണ് ഭക്ഷിക്കേണ്ടത്, അഥവാ ഹറാമുകൾ കഴിക്കരുത് എന്നർത്ഥം. ഹലാലുകളാണ് കഴിക്കേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഒരു വ്യക്തിയെക്കുറിച്ച്, സുമ്മ ദക്കറ റജുല യുതീലു സഫറ അശാസ അഗ്ബറ യമുദ്ദു യദൈഹി ഇല സമാ, ഒരു യാത്രക്കാരനായ ഒരു വ്യക്തി, യാത്രയുടെ എല്ലാ മുഷിപ്പും ക്ഷീണവും അയാൾക്കുണ്ട്. ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അയാൾ പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം, ആ വ്യക്തിയുടെ ഭക്ഷണം, കുടിക്കുന്ന പാനീയം, ധരിച്ച വസ്ത്രം, അയാൾ ഊട്ടപ്പെട്ടതുപോലും ഹറാമിലാണ്. ഫഅന്ന യുസ്തജാബു ലിദാലിക്, അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? കാരണം ഹറാമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കച്ചവടം ഹറാമാണോ?
നമ്മൾ ധരിച്ച വസ്ത്രം ഹറാമായ ധനത്തിലൂടെ സമ്പാദിച്ചതാണോ? നമ്മളുടെ വീടുകൾ, നമ്മുടെ വാഹനങ്ങൾ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കെ ആ ഹറാമ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് ഹറാമുകൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക അത് പ്രാർത്ഥനയെ തടയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തത് ഹൃദയ സാന്നിധ്യം ഇല്ലാതിരിക്കുക, ഉറപ്പില്ലാതെ ദുആ ചെയ്യുക. കിട്ടിയേക്കാം, അല്ലെങ്കിൽ കിട്ടിയാൽ കിട്ടി എന്നുള്ള നിലക്കുള്ള ദുആ. വേറെ ചില ആളുകൾ മനസ്സിൽ യാതൊരു ശ്രദ്ധയുമില്ല, അലസമായ മനസ്സാണ്, എങ്ങോട്ടോ നോക്കുന്നു, എന്തൊക്കെയോ ചിന്തിക്കുന്നു, കൂട്ടത്തിൽ നാവുകൊണ്ട് ഇങ്ങനെ പറയുന്നുമുണ്ട്. അതും അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. അത്തരം പ്രാർത്ഥനകൾക്കും യഖീനില്ലാത്ത, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത പ്രാർത്ഥനകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയില്ല. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉദുഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾക്ക് യഖീൻ ഉണ്ടാവണം, ഉറപ്പുണ്ടാവണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ, അള്ളാഹു ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല, മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അങ്ങേയറ്റം അശ്രദ്ധമായ അലസമായ മനസ്സോടുകൂടിയുള്ള ദുആക്ക് അള്ളാഹു ഉത്തരം നൽകുകയേയില്ല. അതുകൊണ്ട് വെറുതെ നാവുകൊണ്ട് ഇങ്ങനെ പറയുക, മനസ്സെവിടെയോ ആണ്, ശ്രദ്ധയില്ല, ഉത്തരം കിട്ടുമെന്നുള്ള യഖീനില്ല, വെറുതെ പ്രാർത്ഥിച്ചു നോക്കട്ടെ തുടങ്ങിയ രൂപത്തിലുള്ള ചിന്തകളുണ്ടെങ്കിൽ അത്തരം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. അതുകൊണ്ട് യഖീനോടുകൂടി പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം, എങ്കിലേ ഉത്തരം ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ കാര്യം ധൃതി കാണിക്കുക എന്നുള്ളതാണ്. ധൃതി കാണിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുസ്തജാബു ലി അഹദിക്കും മാ ലം യഅജൽ, നിങ്ങൾ തിരക്ക് കൂട്ടാത്ത കാലത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. യഖൂലു, എന്താണ് ഈ തിരക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ, ദഅൗതു ഫലം യുസ്തജബ് ലി, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എനിക്കിതുവരെ ഉത്തരം കിട്ടിയില്ല എന്നിങ്ങനെ പറയലാണത്. എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചത് അവർ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോഴേക്ക് ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന സമയത്ത് ഉത്തരം കിട്ടണം എന്ന് പലരും വിചാരിക്കുന്നു. അങ്ങനെയാവണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നത് അള്ളാഹുവിനാണ് അടിമയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നീട്ടിയേക്കാം, കുറേ കഴിഞ്ഞതിന് ശേഷം നൽകിയേക്കാം. ചിലപ്പോൾ അതിൻ്റെ പ്രതിഫലം പരലോകത്തേക്ക് മാറ്റിവെച്ചേക്കാം. അതുകൊണ്ട് തിരക്ക് കൂട്ടാൻ പാടില്ല. എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന പരാതി പറയരുത്. അങ്ങനെ പരാതി പറയുന്ന ആളുകൾ അവർ പലപ്പോഴും ചില റിവായത്തിൽ വന്നതുപോലെ പിന്നീട് അവർ ദുആ തന്നെ ഉപേക്ഷിക്കുന്നതാണ്. ഞാൻ കുറേ ദുആ ചെയ്തു, എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ദുആ ഉപേക്ഷിക്കുന്നു. വേറെ ചില ആളുകൾ അള്ളാഹുവിനെ വിട്ട് സൃഷ്ടികളെ ആരാധിക്കുന്ന ശിർക്കിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല. അതുകൊണ്ട് തിരക്ക് കൂട്ടാതെ ക്ഷമയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നെക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ, നിശ്ചയമായും അവൻ എനിക്ക് നൽകുന്നതാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയായിരിക്കണം ദുആ ചെയ്യേണ്ടത്. ആറാമത്തത്, തെറ്റായ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ഒരു ഹറാമായ കാര്യം, അതല്ലെങ്കിൽ ഒരു പാപമുള്ള ഒരു കാര്യം, അതല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്നതോ അതിക്രമമുള്ളതോ ആയ കാര്യങ്ങൾ ദുആ ചെയ്താൽ അത്തരം ദുആകൾക്കൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയില്ല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ, ഒരു മുസ്ലിം ഒരു പ്രാർത്ഥന നിർവഹിച്ചാൽ, ലൈസ ഫീഹ ഇസ്മുൻ, അതിലൊരു പാപവുമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഖുർആനിലൂടെ ഹദീസിലൂടെ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. പല ആളുകളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഹറാമായിരിക്കും, അത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല എന്ന് മാത്രമല്ല, അത് വളരെ മോശമായൊരു കാര്യമാണ്. എങ്ങനെയാണ് നാം നമ്മുടെ റബ്ബിനോട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം കിട്ടാൻ വേണ്ടി നാം റഹ്മാനായ റബ്ബിനോട് എങ്ങനെയാണ് ദുആ ചെയ്യുന്നത്? അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. പാപമുള്ള ഒരു കാര്യത്തിലും ദുആ ചെയ്യരുത്. വലാ ഖതിയഅതു റഹിമിൻ, കുടുംബബന്ധം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ, ബന്ധങ്ങൾ വഷളാകുന്ന ഒരു വിഷയത്തിൽ ദുആ ഇല്ല. മറ്റുള്ളവരെ അതിക്രമിക്കുന്ന വിഷയത്തിൽ ദുആ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളോട് ദുൽമ ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ അതിനേക്കാൾ വലിയ ശിക്ഷ അയാൾക്ക് കൊടുക്കണമേ എന്ന് ദുആ ചെയ്യൽ, ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ദുആക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ അതിൽ പാപമുണ്ടാവരുത്. കുടുംബബന്ധം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടതോ അക്രമമോ അനീതിയോ ഉള്ളതോ ആയ കാര്യങ്ങൾ
പ്രാർത്ഥനയിലുണ്ടായാൽ അതിന് ഉത്തരം ലഭിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഏഴാമത്തത്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ ദുആ സ്വീകരിക്കപ്പെടുകയില്ല. ഒരു സമൂഹം മൊത്തത്തിൽ ആ ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി ഇരുന്നു കൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ തബാറക വ തആല യഖൂലു ലക്കും, അള്ളാഹു നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഖുദ്സിയായ ഹദീസാണ്, അള്ളാഹു പറയുന്ന കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താണ് അള്ളാഹു പറയുന്നത്? മുറൂ ബിൽ മാറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കണം, വൻഹൗ അനിൽ മുൻകർ, തിന്മയെ വിലക്കണം, ഖബ്ല അൻ തദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുകയും ഫല ഉജീബുക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാതിരിക്കുകയും ചെയ്യുന്നതിന് മുമ്പ്. എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യം വരും, ഒരു സമയം വരും. ആ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദുആ ചെയ്താലും അള്ളാഹു ഉത്തരം നൽകുകയില്ല. നോക്കൂ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായ റബ്ബ് പറയുകയാണ്, നിങ്ങളുടെ ദുആക്ക് ഞാൻ ഉത്തരം നൽകൂല, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ. വതസ്അലൂനി ഫല ഉഅ്തിയക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നൽകൂല. വതസ്തൻസിറൂനി ഫല അൻസുറുക്കും, നിങ്ങൾ എന്നോട് സഹായം തേടിയാൽ ഞാൻ നിങ്ങളെ സഹായിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു. മിമ്പറിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഇത് മാത്രം പറഞ്ഞ് പിന്നീട് മിമ്പറിൽ നിന്ന് ഇറങ്ങിയെന്നാണ്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തികളോ മുസ്ലിമീങ്ങളോ മുസ്ലിം സമൂഹമോ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്നില്ലെങ്കിൽ നാം ആത്മപരിശോധന നടത്തുക. തെറ്റായ കാര്യങ്ങൾ കണ്ടിട്ടും അതിനെ വിലക്കാൻ നമ്മൾ തയ്യാറായോ? നന്മകൾ ജനങ്ങൾ മറന്നിട്ടും അത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായോ? ഇല്ല എങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന ഗൗരവമേറിയ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഏഴാമത്തെ കാര്യം. എട്ടാമത്തത്, നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നതിന് മുമ്പ് തന്നെ നാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരും ദിക്റുകൾ ചൊല്ലുന്നവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരുമായിരിക്കണം. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഅറഫ് ഇലല്ലാഹി ഫി റഖാ യഅരിഫ്ക ഫി ഷിദ്ദ, നിനക്ക് ആശ്വാസവും അതേപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള സമൃദ്ധിയും ധന്യതയും ഒക്കെ ഉള്ളൊരു സന്ദർഭത്തിൽ നീ അള്ളാഹുവിനെ അറിയുക, അള്ളാഹു നിന്നെയും അറിയട്ടെ. എങ്ങനെ? നിൻ്റെ ഇബാദത്തുകളിലൂടെ, നിൻ്റെ പ്രാർത്ഥനകളിലൂടെ, നിൻ്റെ ദിക്റുകളിലൂടെ. അപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യത്തിലും നീ അള്ളാഹുവിനെ ഓർക്കുന്നവനാണെങ്കിൽ യാരിഫ് കഫി ഷിദ്ദ, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അള്ളാഹു നിന്നെയും ഓർക്കുന്നതാണ്, നിന്നെ അറിയുന്നതാണ്, നിന്നെ സഹായിക്കുന്നതാണ്. അപ്പോൾ ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദായിദ് വൽ ഖുറബ്, കഠിനമായ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അള്ളാഹു ഉത്തരം നൽകണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ യുക്സിരി ദുആ ഫിർ റഖാ, അപ്പോൾ പ്രയാസമില്ലാത്ത ആശ്വാസവും വിശാലതയുമുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ദുആകൾ വർദ്ധിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഇല്ലാത്ത സന്ദർഭങ്ങളിലും ധാരാളമായി ദുആ ചെയ്യുന്നവരായിരിക്കണം നമ്മൾ, തസ്ബീഹ് ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ ദുആ ചെയ്തു, അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് സൂറത്തു സ്വാഫാത്തിലെ 143 കാണാം, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ആൾ അല്ലായിരുന്നെങ്കിൽ, അതിനു മുമ്പേ തന്നെ അദ്ദേഹം ദിക്റുകളൊക്കെ വർദ്ധിപ്പിക്കുന്ന ആളായിരുന്നു, ദുആകളുള്ള ആളായിരുന്നു. ഇല്ലെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബാസുൻ, ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം കിടക്കുമായിരുന്നു. അപ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാനുള്ള കാരണം അതിനു മുമ്പേ തന്നെ റബ്ബിനെ ഓർക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നാമും ഇതുപോലെയായിരിക്കണം. ചില ആളുകളുണ്ട്, പ്രയാസം വരുമ്പോൾ മാത്രം അള്ളാഹുവിനോട് ദുആ ചെയ്യും, ആ പ്രയാസം നീങ്ങിയാൽ വീണ്ടും അള്ളാഹുവിനെ മറക്കും. അത്തരം ആളുകളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അധിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പരീക്ഷണങ്ങളില്ലാത്തപ്പോഴും ധാരാളം ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കണം നമ്മൾ, ധാരാളം ദിക്റുകൾ ചൊല്ലുന്നവരും ദുആ നിർവഹിക്കുന്നവരും ഇബാദത്തുകൾ ചെയ്യുന്നവരുമായിരിക്കണം നമ്മൾ. എങ്കിൽ പ്രയാസഘട്ടങ്ങളിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗം ഉത്തരം ലഭിക്കുന്നതാണ്. ഒമ്പതാമത്തത്, ദുആയിൽ പ്രാർത്ഥനയിൽ അതിരുകവിയലാണ്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. അദ്ദേഹം സമിഅ ഇബ്നഹു, അദ്ദേഹത്തിൻ്റെ മകൻ ദുആ ചെയ്യുന്നത് കേട്ടു. എന്താണ് അദ്ദേഹത്തിൻ്റെ മകൻ ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഖസ്റൽ അബിയള,
അള്ളാഹുവേ, ഞാൻ നിന്നോട് വെളുത്ത ഒരു കൊട്ടാരം ചോദിക്കുന്നു, അൻ യമീനിൽ ജന്ന, സ്വർഗത്തിൻ്റെ വലതുഭാഗത്ത്, ഇദാ ദഖൽതുഹ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ. അപ്പോൾ സ്വർഗത്ത് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വലതുഭാഗത്ത് ഒരു വെളുത്ത കൊട്ടാരം എനിക്ക് നൽകണമെന്ന് ദുആ ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഫഖാല ഐ ബുനൈ, മകനെ, സലില്ലാഹൽ ജന്ന, നീ സ്വർഗം ചോദിക്ക റബ്ബിനോട്, വതഅവ്വദ് ബിഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അഭയം തേടുകയും ചെയ്യൂ. ഫൈനി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നഹു സയകൂനു ഫി ഹാദിഹിൽ ഉമ്മത്തി ഖൗമുൻ, എൻ്റെ ഉമ്മത്തിൽ ഒരു സമൂഹം വരും, യഅ്തദൂന ഫി തുഹൂരി വദ്ദുആ, അവർ ശുദ്ധീകരിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും അതിര് കവിയും. എന്ന് പറഞ്ഞാൽ വുളു എടുക്കുന്നതിലും മറ്റുമൊക്കെ വസ്വാസുള്ള ആളുകൾ, ശുദ്ധീകരിക്കുന്നതിൽ വസ്വാസുള്ള ആളുകൾ. അതേപോലെ തന്നെ ദുആയിൽ അവരെന്ത് ചെയ്യുന്നു? അതിരുവിടുന്നു. എന്ന് പറഞ്ഞാൽ അനാവശ്യമായ വിശദീകരണങ്ങൾ. സ്വർഗം ചോദിച്ചാൽ മതി, ജന്നാത്തുൽ ഫിർദൗസ് ചോദിച്ചാൽ മതി, അതിനപ്പുറത്ത് സ്വർഗത്തിൽ അതിൻ്റെ വലതുഭാഗത്ത് ഇങ്ങനെ കിട്ടണം, ഇടതുഭാഗത്ത് ഇങ്ങനെ കിട്ടണം, അങ്ങനെ കിട്ടണം, ഇങ്ങനെ കിട്ടണം, ഇങ്ങനെ ദുആയിൽ അതിര് കവിയുന്ന ആളുകൾ ആധുനിക കാലഘട്ടത്തിൽ അത് വർദ്ധിച്ചിരിക്കുന്നു. പലരും വളരെ ഈണത്തിൽ ദുആ ചെയ്യുന്നു. അപ്പോൾ ഈണം ഒപ്പിക്കാൻ വേണ്ടി പല നിലക്കുമുള്ള കാര്യങ്ങൾ ദുആ ചെയ്യുന്നവർ, ഖുനൂത്ത് ഓതുമ്പോൾ പല ഇമാമുമാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പലരും കവിതാത്മകമായി ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെന്തോ അത് ചുരുക്കി പറയലാണ് റഹ്മാനായ റബ്ബിന് ഇഷ്ടം. അത് നീട്ടി വലിക്കുന്നതും കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതും ദുആയിലെ അതിര് കവിയലാണ് എന്നാണ് മഹാനായ ഈ സ്വഹാബി മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരാൾ നമ്മളോടൊരു ദുൽമ ചെയ്തു. ഉദാഹരണത്തിന് ഒരാൾ നമ്മെ പരിക്കേൽപ്പിച്ചു. ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത്. നമ്മുടെ കൈക്ക് ചെറിയൊരു പരിക്കുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ, അയാളെ നീ മരിപ്പിക്കണേ. അങ്ങനെ ദുആ ചെയ്യരുത്. കാരണം കൈക്കൊരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അഥവാ ദുആ ചെയ്യുകയാണെങ്കിൽ പോലും തത്തുല്യമായൊരു പരിക്ക് അയാൾക്കും ഉണ്ടാവണേ എന്ന് പറയാം. അതുപോലും ഒഴിവാക്കി ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയലാണ് ഏറ്റവും ഖൈർ. പക്ഷേ പലരും ശത്രുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പോലും അവർ ചെയ്തതിനേക്കാൾ കൂടുതൽ അവർക്കുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുന്നു. പലരും കുടുംബക്കാർക്കെതിരിൽ, മക്കൾക്കെതിരിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ അപകടമുണ്ടാവുന്നുണ്ട്. അങ്ങനെ പാടില്ല. മറിച്ച് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കെതിരിലാണെങ്കിൽ പോലും, ഇത് ഉദാഹരണമാണ്, അങ്ങനെ പ്രാർത്ഥിക്കണം എന്നല്ല, ഇനി അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആക്രമിക്കപ്പെട്ടു, തിരിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പോലും അവർ ചെയ്തതിന് തുല്യമായതല്ലാതെ അതിൽ കൂടുതൽ പറയുന്നത് പോലും ദുആയിൽ അതിര് കവിയലാണ്. ആ നിലക്കുള്ള അതിര് കവിച്ചിൽ പാടില്ല. സൂറത്തുൽ അറാഫിൽ 55 അള്ളാഹു പറയുന്നത്, ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ, വിനയത്തോടുകൂടിയും ശബ്ദം താഴ്ത്തിയും നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അള്ളാഹു അതിരുവിടുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ഉറക്കെ ദുആ ചെയ്യുന്നത്, ഇമാമായി ഖുനൂത്തിലും മറ്റും നിൽക്കുമ്പോഴുള്ള ദുആ അല്ല പറയുന്നത്. അതല്ലാത്ത സന്ദർഭത്തിൽ ഉറക്കെ ദുആ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം പതുക്കെ ദുആ ചെയ്യുന്നതാണ്. ആ നിലക്ക് അതിര് കവിയലുകൾ ഏതെല്ലാം നിലക്കുണ്ടോ അതൊക്കെ ഇല്ലാതെയുള്ള വിനയത്തോടുകൂടിയുള്ള താഴ്മയോടുകൂടിയുള്ള ദുആകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ദുആ നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. എന്നാൽ ഇവിടെ സൂചിപ്പിച്ച ഈ തെറ്റുകളോട് കൂടിയുള്ള ദുആകളാണെങ്കിൽ അത്തരം പ്രാർത്ഥനകൾ തടയപ്പെടുന്നതാണ്. അതിനാണ് സാധ്യത കൂടുതലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഉൾക്കാഴ്ചയും അറിവും നൽകുമാറാകട്ടെ. ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ രക്ഷ ചോദിച്ചിരുന്നു എന്നതുകൂടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.